SFIO അന്വേഷണത്തിനെതിരായ KSIDC ഹർജിയിൽ കക്ഷി ചേരാൻ ഷോൺ ജോർജ് അപേക്ഷ നൽകി. ഹർജി തിങ്കളാഴ്ച ഹൈക്കോടതി പരിഗണിക്കും. SFIO അന്വേഷണത്തിൽ അടിയന്തര സ്റ്റേ വേണമെന്ന KSIDCയുടെ ആവശ്യം നേരത്തെ കോടതി തള്ളിയിരുന്നതാണ്. രേഷ്മ ബാബു ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. രേഷ്മ, ഏത് സാഹചര്യത്തിൽ ഷോൺ കക്ഷി ചേരാനുള്ള അപേക്ഷ നൽകി? ആദ്യം വിവരങ്ങൾ. അനു, SFIO അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് KSIDC നൽകിയ ഹർജിയിൽ കക്ഷി ചേരാനായിട്ടാണ് ഹൈക്കോടതി മുൻപാകെ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് അപേക്ഷ നൽകിയിട്ടുള്ളത്. ഈ കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 212 പ്രകാരം താൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് SFIO അന്വേഷണം തുടരുന്നത്. അതുകൊണ്ട് തന്നെ തന്റെ ഭാഗം കൂടി കേൾക്കണം എന്നാണ് ഈ കക്ഷി ചേരൽ അപേക്ഷയിൽ ഷോൺ ജോർജ് വ്യക്തമാക്കിയിരിക്കുന്നത്. തന്റെ ഭാഗം കേൾക്കാതെ ഏതെങ്കിലും തരത്തിൽ ഈ ഹർജിയിൽ, അതായത് KSIDCയുടെ ഹർജിയിൽ ഏതെങ്കിലും തീരുമാനം ഉണ്ടാകുകയാണെങ്കിൽ അത് കടുത്ത നീതി നിഷേധമാണെന്നും ഷോൺ ജോർജിന്റെ കക്ഷി ചേരൽ അപേക്ഷയിൽ പറയുന്നുണ്ട്. എന്തായാലും തിങ്കളാഴ്ച ഈ ഹർജികളൊക്കെ തന്നെ വരുന്നുണ്ട്. KSIDCയുടെ ഹർജി അടക്കം വരുന്നുണ്ട്. അന്ന് തന്നെയാകും ഈ കക്ഷി ചേരൽ അപേക്ഷ, ഷോൺ ജോർജ് നൽകിയിട്ടുള്ള കക്ഷി ചേരൽ അപേക്ഷ കൂടി ഹൈക്കോടതി പരിഗണിക്കുക. എന്തായാലും ഈ അപേക്ഷ പരിശോധിച്ചതിന് ശേഷമായിരിക്കും കക്ഷി ചേർക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഹൈക്കോടതി തീരുമാനമെടുക്കുക. പ്രത്യേകിച്ച് ഷോൺ ജോർജിന്റെ പരാതിയിലാണ് ഈ SFIO അന്വേഷണത്തിന് കേന്ദ്രം ഉത്തരവിട്ടത്. അതുകൊണ്ട് തന്നെ പരാതിക്കാരനെ കൂടി കേൾക്കാൻ ഹൈക്കോടതി തയ്യാറാകും. എന്തായാലും KSIDCയുടെ ഹർജിയിൽ നേരത്തെ തന്നെ ഹൈക്കോടതി ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നതാണ്. അതായത് KSIDCക്ക് എന്തെങ്കിലും ഒളിച്ചു വെക്കാനില്ല എങ്കിൽ എന്തിനാണ് ഈ അന്വേഷണത്തെ ഭയക്കുന്നത്, SFIOയുടെ അന്വേഷണത്തെ ഭയക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾ നേരത്തെ തന്നെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് KSIDCയോട് ഉന്നയിച്ചിരുന്നതാണ്. മാത്രവുമല്ല, ഇക്കാര്യത്തിൽ സത്യം പുറത്തു വരണമെന്നുള്ള ഒരു നിലപാടാണ് കേന്ദ്ര സർക്കാർ നിലവിൽ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. കേന്ദ്രത്തിന്റെ മറുപടിക്ക് വേണ്ടിയിട്ടാണ് ഹർജി തിങ്കളാഴ്ചത്തേക്ക് ഹൈക്കോടതി മാറ്റിയിരിക്കുന്നത്. മാത്രവുമല്ല, എന്തുകൊണ്ടാണ് ഈ അന്വേഷണത്തെ, SFIOയുടെ അന്വേഷണത്തെ എതിർക്കുന്നതെന്ന് വ്യക്തമാക്കാൻ ഹൈക്കോടതി KSIDCയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ചുള്ള വാദഗതികളും അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളും തിങ്കളാഴ്ച ഹർജി പരിഗണിക്കുന്ന വേളയിൽ KSIDCയുടെ അഭിഭാഷകൻ ഹൈക്കോടതി മുൻപാകെ വ്യക്തമാക്കേണ്ടതുണ്ട്. നേരത്തെ ഈ ഹർജി പരിഗണിച്ച വേളയിൽ KSIDC ആവശ്യപ്പെട്ടത് ഈ അന്വേഷണം, അതായത് SFIOയുടെ അന്വേഷണം അത് നിയമവിരുദ്ധമാണ്, അറിയിപ്പ് നൽകാതെയാണ് KSIDCയുടെ ആസ്ഥാനത്തടക്കം SFIOയുടെ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നത്. അതുകൊണ്ട് തന്നെ, അത് മാത്രമല്ല, ഈ രേഖകൾ ആവശ്യപ്പെട്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് ഈ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നുള്ള ഒരു ആവശ്യമായിരുന്നു KSIDC ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത്. പക്ഷെ ആ KSIDCയുടെ സ്റ്റേ ആവശ്യം ഹൈക്കോടതി തള്ളുകയാണ് ഉണ്ടായത്. എന്തായാലും KSIDCയുടെ ഹർജിക്കൊപ്പമാണ് ഷോൺ ജോർജിന്റെ കക്ഷിചേരൽ അപേക്ഷയും ഹൈക്കോടതി പരിഗണിക്കുക. SFIOയുടെ അന്വേഷണത്തെ നേരിടണം എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് ആദ്യഘട്ടം മുതലേ ഹൈക്കോടതി സ്വീകരിച്ചത്. എന്തായാലും ഷോൺ ജോർജും തങ്ങളുടെ നിലപാട് വ്യക്തമാക്കും. പ്രത്യേകിച്ച് എന്തുകൊണ്ടാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ഇതിൽ വേണ്ടത് എന്നുള്ള കാര്യകാരണങ്ങൾ സഹിതമായിരിക്കും ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ നിലപാട് വ്യക്തമാക്കുക. എന്തായാലും കക്ഷി ചേരാൻ അനുവദിച്ചതിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഷോൺ ജോർജിന് തന്റെ ഭാഗങ്ങൾ വിശദീകരിക്കാൻ സാധിക്കത്തുള്ളൂ. KSIDCക്ക് തിരിച്ചടി നേരിടാൻ തന്നെയായിരിക്കും രേഷ്മ സാധ്യത. കാരണം കൂടുതൽ രേഖകളൊക്കെ ഷോൺ ഉണ്ടെന്ന് തുടക്കം മുതലേ അവകാശപ്പെട്ടിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് അത് കഴിഞ്ഞ ദിവസം കൈമാറിയിരുന്നതുമാണ്. എന്തായാലും പ്രത്യേകിച്ച് ഈ തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് ഖനനം നടത്തുന്നതിന് സർക്കാർ ഇറക്കിയ ഉത്തരവും അതിൽ KSIDC കാണിച്ച താല്പര്യങ്ങളും, അതോടൊപ്പം തന്നെ ഈ KSIDC ഉദ്യോഗസ്ഥരായി വിരമിച്ചതിന് ശേഷം CMRLന്റെ ഉദ്യോഗസ്ഥരായി മാറിയ 3 ഉദ്യോഗസ്ഥരുടെ മാസ്റ്റർ ഡേറ്റ ഉൾപ്പെടെയുള്ള രേഖകൾ SFIOയ്ക്ക് കൈമാറിയതായിട്ടാണ് അന്ന് ഷോൺ അവകാശപ്പെട്ടിരുന്നത്. അനു, നേരത്തെ തന്നെ SFIOയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള തെളിവുകളും നിർണായകമായിട്ടുള്ള രേഖകളും ഷോൺ ജോർജ് ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിരുന്നു. അത് അദ്ദേഹം മാധ്യമങ്ങളോടടക്കം വിശദീകരിച്ച ഒരു സാഹചര്യമുണ്ട്. മാത്രവുമല്ല, ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് KSIDCക്ക് ഈ അന്വേഷണത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ സാധിക്കില്ല. കാരണം ഈ CMRL കമ്പനിയിൽ 13% ഓഹരി പങ്കാളിത്തമുള്ള ഒരു സ്ഥാപനമാണ് KSIDC. അത് തന്നെ ഹൈക്കോടതിയും എടുത്തു പറഞ്ഞ ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ
സാഹചര്യത്തിലായിരുന്നു ഹൈക്കോടതി ഈ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന KSIDCയുടെ ആവശ്യം നിരാകരിച്ചത്. മാത്രവുമല്ല, എന്തുകൊണ്ടാണ് ഈ അന്വേഷണത്തെ എതിർക്കുന്നത് എന്ന് അതിന്റെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് വ്യക്തമാക്കിയേ മതിയാകൂ എന്നുള്ള ഒരു നിലപാടാണ് ഹൈക്കോടതി ഇക്കാര്യത്തിൽ KSIDCയോട് സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും ഷോൺ ജോർജ് നൽകിയിട്ടുള്ള SFIOയ്ക്ക് മുന്നിൽ ഷോൺ ജോർജ് നൽകിയിട്ടുള്ള രേഖകൾ അടക്കം അക്കാര്യം അതിന്റെ വിശദാംശങ്ങളൊക്കെ തന്നെയായിരിക്കും ഷോൺ ജോർജ് ഹൈക്കോടതിയിലും വ്യക്തമാക്കുക. എന്തായാലും KSIDCയെ സംബന്ധിച്ച് ആദ്യഘട്ടം മുതലേ ഹൈക്കോടതി അന്വേഷണത്തിനെ അനുകൂലിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഈ തിങ്കളാഴ്ച ഹർജി പരിഗണിക്കുന്ന വേളയിൽ ഈ അന്വേഷണത്തെ എതിർക്കാനുള്ള അതിന്റെ ഉദ്ദേശശുദ്ധി അടക്കം ഹൈക്കോടതിയിൽ വ്യക്തമാക്കണം. അല്ലാത്ത പക്ഷം ഹൈക്കോടതി ഈ ഹർജി അനുവദിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് കടക്കും. മാത്രമല്ല, പരാതിക്കാരനെ കൂടി കേൾക്കണമെന്നുള്ള ഒരു നിലപാട് കോടതി സ്വീകരിക്കുകയാണെങ്കിൽ അതും KSIDCയെ സംബന്ധിച്ച് ഏറെ ഗൗരവകരമാണ്. പ്രത്യേകിച്ച് ഷോൺ ജോർജ് SFIO ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുള്ള രേഖകൾ അടക്കമായിരിക്കും ഹൈക്കോടതിയിൽ വാദമുഖങ്ങളായിട്ട് നിരത്തുക. അതും KSIDCയെ സംബന്ധിച്ച് വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കും. അനു, ശരി, രശ്മ ബാബുവാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്.